ഓം നമോ നാരായണായ. നിർമ്മലാത്മാവായതുകൊണ്ട് ബാലിക്ക് ശ്രീരാമൻ പറഞ്ഞതിൻ്റെ പൊരുൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അതോടുകൂടി ശ്രീരാമനെ സാക്ഷാൽ മഹാവിഷ്ണുവായി കാണുകയും ചെയ്തു. ശ്രീരാമനെ കണ്ടുകൊണ്ട് മരിക്കാൻ ഇടവന്നത് മഹാഭാഗ്യം തന്നെയാണ്. ഭഗവാന്റെ അസ്ത്രമേറ്റതു ഭാഗ്യാതിരേകം തന്നെ. ശ്രീരാമൻ മഹാവിഷ്ണുവാണെന്നും സീതാദേവി ലക്ഷ്മി ഭഗവതിയാണെന്നും താൻ അറിയുന്നു എന്നാണ് ബാലി ആവർത്തിച്ചു പറയുന്നത്. അംഗദൻ തൻ്റെ പുത്രനാണെന്നും അംഗദനിൽ കനിവുണ്ടാകണമെന്നും അമ്പു പറിച്ചു തൃക്കൈ കൊണ്ടു അടിയനെ അൻപോടു തലോടുകയും വേണം. ഇത്താമരുൾ ചെയ്തതൊക്കവേ കേട്ടാശു ചിത്താവിശുദ്ധി ഭവിച്ചു കവീന്ദ്രനും. രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമം. ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാൻ, ഇത്തം മമാപരാധം ക്ഷമിക്കണമേ. ശ്രീരാമ രാമ മഹാഭാഗ രാഘവ, നാരായണൻ നിന്തിരുവടി നിർണയം. ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണം. നിന്തിരുമേനിയും കണ്ടു കണ്ടാശു നിൻ നന്ദികെ താവകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിന്നു യോഗം വന്ന ദാഹന്ത ഭാഗ്യമെന്തോന്നു ചൊല്ലാവതും. സാക്ഷാൽ മഹായോഗിനാമഭി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ത്രിപദേ. നിന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപമുൾക്കൊണ്ടു ചൊല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ